ഏതു യാത്രയ്ക്കും ഒരു ഒരുക്കം ആവശ്യമാണ്. വിശുദ്ധനാട് സന്ദർശനം ഏറെ ഒരുക്കം ആവശ്യമുള്ള ഒരു യാത്ര കൂടെയാണ്. ഈ യാത്ര നാം ദൈവകരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്രയാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ബൈബിൾ നാടുകൾ നമുക്കറിയാം. ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീന, ഈജിപ്ത്. ഈ 4 നാടുകളും ദൈവ പാദങ്ങൾ പതിഞ്ഞ സ്ഥലങ്ങളാണ്. ഈ നാടുകളിലൂടെ നമ്മുടെ പാദം ഊന്നുമ്പോൾ നാം 4 തരത്തിൽ ഒരുങ്ങിയിരിക്കണം. 1 സാമ്പത്തികമായി, 2 ശാരീരികമായി, 3 മാനസികമായി, 4 ആത്മീയമായി. പ്രസ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണി. സാമ്പത്തിക ഒരുക്കം എന്ന് വെച്ചാൽ നാം ഈ യാത്ര നടത്തുന്നത് പണത്തിന്റെ കൊഴുപ്പിലല്ല, പണമുള്ളത് കൊണ്ടല്ല, മിച്ചമുള്ള പണം തീർക്കാനുള്ള യാത്രയുമല്ല. ദൈവാനുഗ്രഹം നമ്മെ ക്ഷണിച്ചതുകൊണ്ട് മാത്രം നടത്തുന്ന യാത്രയാണ്. അതിനാൽ ദൈവത്തോടുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം. അനുദിന ചിലവുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ പാലിക്കാൻ ആരംഭിക്കുക. അതാണ് സാമ്പത്തികമായ ഒരച്ചടക്കത്തിന്റെ ഒരുക്കം. ഒരുക്കങ്ങളിൽ 2ാമത് ശാരീരിക ഒരുക്കമാണ്. യാത്രയ്ക്ക് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തെ കൂടി ഒന്ന് പരിഗണിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലായിരിക്കുന്ന യാത്രയല്ല, വാഹനത്തിലും ഹോട്ടലുകളിലും ഒക്കെയാണ്. അപ്പോൾ ശീലങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ഒരു ഒരുക്കം ഈ സമയത്തുണ്ടാവണം. നമുക്ക് പരിചിതമല്ലാത്ത വസ്ത്രധാരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. യാത്രക്ക് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നല്ല ചെരുപ്പ് വാങ്ങും, നല്ല വസ്ത്രങ്ങൾ വാങ്ങും. ഇതെല്ലാം നമുക്ക് പാകമാകുമോ എന്ന് നേരത്തെ ഒന്ന് ഇട്ടു നോക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ചെരുപ്പ്, ചിലപ്പോൾ കാലൊക്കെ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം നേരത്തെ എഴുന്നേൽക്കുക, ശാരീരിക ഒരുക്കത്തിൻ്റെ ഭാഗങ്ങളാണല്ലോ. നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടക്കുക, അങ്ങനെ ഒരു ശൈലി രൂപപ്പെടുത്താനായിട്ട് ഈ കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നടക്കാനുള്ളതാണ്, ഒരുമിച്ച് പോകാനുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള വ്യായാമങ്ങൾ ആരംഭിക്കുക. നമ്മുടെ രോഗങ്ങളിൽ പലതും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ശൈലി മാറ്റി രോഗങ്ങളെ മാറ്റിയെടുക്കാൻ ഒന്ന് പരിശ്രമിക്കാനുള്ളൊരു കാലയളവ് കൂടെയാണ് ഈ ഒരുക്കത്തിൻ്റെ കാലയളവ്. മിതമായ ഒരു ഭക്ഷണ രീതി നമുക്ക് നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം നമുക്കവിടെ കഴിക്കാം. അതുകൊണ്ട് ഒരുമിച്ചെടുത്ത് പ്ലേറ്റിൽ വെച്ച് ഭക്ഷിക്കുന്ന രീതി ഒഴിവാക്കുക. 3ാമതായ ഒരുക്കം മാനസിക ഒരുക്കമാണ്. ഒറ്റയ്ക്കല്ല നാം യാത്ര ചെയ്യുന്നത്. ഒരു ടെൻഷനും ആവശ്യമില്ല. എന്തു പറ്റിയാലും നമ്മുടെ കൂടെ ആളുകളുണ്ട്. അതുകൊണ്ട് മാനസികമായി ഈ കുടുംബം എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം ഗൈഡിനോടൊപ്പം നടക്കാൻ, ഗൈഡ് പറയുന്നത് കേൾക്കാൻ, അവരോട് സംശയങ്ങൾ ചോദിക്കാൻ, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ. അങ്ങനെ യാത്രയിൽ സ്റ്റിയറിങ് നമ്മുടെ ഭാഗത്തു നിന്ന് ഗൈഡിനെ ഏൽപ്പിക്കാനൊക്കെ നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങുക. നമ്മളെല്ലാം അറിയാവുന്നവരാണ് എന്നുള്ള ഭാവം വിട്ടിട്ട് ഒരു സ്റ്റുഡൻറ്റ് എപ്രകാരമാണോ ടീച്ചറുടെ അടുക്കൽ തുറന്ന മനസ്സോടെ ആയിരിക്കുന്നത്, അപ്രകാരം ആയിരിക്കാനുള്ളൊരു തുറവിയുള്ള മനസ്സ് സൃഷ്ടിച്ചെടുക്കുക ഈ കാലയളവിൽ. 4ാമതായ ഒരുക്കവും അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് ആത്മീയമായ ഒരുക്കം. എല്ലാ ദിവസവും നമുക്ക് കുർബാനകളുണ്ടാവും, എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനകളുണ്ടാവും. ഒരുക്കത്തോടുകൂടെ പങ്കുചേരുക. ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥനാശീലം വളർത്തിയെടുക്കുക. ബൈബിൾ വായന ഒരു ശീലമാക്കിയെടുക്കുക. കാരണം ബൈബിളിൽ കാണുന്ന, ബൈബിളിൽ പറയുന്ന, ബൈബിളിൻ്റെ ചരിത്രമുള്ള നാട്ടിലേക്കും ചരിത്രത്തിലേക്കുമാണ് നാം ഇറങ്ങുന്നത്. പാഠപുസ്തകം എപ്പോഴും ബൈബിൾ തന്നെയാണ്. നമ്മുടെ ഗൈഡ് ബൈബിളാണ്. ഓരോ ദിവസവും ഓരോ അധ്യായങ്ങൾ വായിച്ച് പൂർത്തിയാക്കുക. ഈ ഒരുക്കങ്ങൾ നമ്മുടെ യാത്ര സുഗമമാക്കും. എല്ലാവർക്കും നല്ല ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.